ഇന്ന് നമുക്കുള്ളത് ഒരു ക്രൗൺ ഏരിയ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ട ഒരു കേസാണ്. ഈ ക്രൗൺ ഏരിയ ചെയ്യുന്ന സമയത്ത് നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. അതായത് ഒരു ഹൈ ഡെൻസിറ്റി ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഉണ്ട്, അതേപോലെ ഒരു ഒപ്റ്റിമൽ ഡെൻസിറ്റി ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഉണ്ട്. ഈ ക്രൗൺ ഏരിയയിൽ നമ്മളിങ്ങനെ 2 ഓപ്ഷൻ കൊടുക്കാൻ കാര്യം, ഇപ്പോൾ സപ്പോസ് ഇദ്ദേഹത്തിന് ഫ്യൂച്ചറിൽ ഫ്രണ്ട് ഏരിയയിലും കൂടെ ചെയ്യേണ്ട ഒരു അവസ്ഥയുള്ള ഒരാളാണെങ്കിൽ നമ്മൾ ക്രൗൺ ഏരിയ ഒപ്റ്റിമൽ ഡെൻസിറ്റിയിലേ ചെയ്യുള്ളൂ. കാര്യം ഫ്യൂച്ചറിൽ ഫ്രണ്ടിലേക്ക് ചെയ്യാനായിട്ട് ഗ്രാഫ്റ്റ് എടുക്കാനുണ്ടാവണം. അപ്പം ഇദ്ദേഹത്തിൻ്റെ കേസിൽ ഫ്രണ്ടിൽ ഓൾറെഡി മുടി ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ക്രൗൺ ഏരിയ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ പ്രൈമറി കൺസേൺ ആയിട്ട് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഫ്രണ്ട് കവറേജ് ചെയ്യുന്ന പോലെ ഒരു ഹൈ ഡെൻസിറ്റിയിലാണ് ക്രൗൺ ഏരിയ ചെയ്യാമെന്ന് ഈ ഒരു കേസിൽ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പം ഈ ഒരു ഏരിയ നമുക്ക് ഇപ്പം നമ്മൾ മാർക്ക് ചെയ്യാൻ പോവുകയാണ്. മാർക്കിംഗ് ചെയ്യുന്നതിന് മുന്നേ ഒരു എസ്റ്റിമേഷൻ പോലെ നോക്കുകയാണെങ്കിൽ ഏകദേശം 2000 പ്ലസ് ഗ്രാഫ്റ്റ് ആയിരിക്കും വേണ്ടി വരാൻ ചാൻസ്. അത് ഗ്രാഫിൻ്റെ ക്വാളിറ്റിയും കൂടെ നമുക്ക് നോക്കിയിട്ടാണ് എക്സാക്ട്ലി നമുക്കത് പറയാനായിട്ട് കഴിയുക. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ക്രൗൺ ഏരിയ മാർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം.